ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത്. ഡോളറുമായി നോക്കുമ്പോൾ 89 രൂപയിലേക്ക് മാറുകയാണ്. എന്തായിരിക്കും കാരണം? ഈ ഡോളർ എന്ന് പറയുന്നതിൻ്റെ പോക്കെന്ന് പറയുന്നത് വിദേശ നിക്ഷേപവും അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കാര്യങ്ങൾ, ആളുകൾ കമ്പനികൾ നിക്ഷേപിക്കുന്ന തുകയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് ഈ ഡോളറിൻ്റെ ഒരു മൂല്യം നിശ്ചയിക്കുന്നത്. അത് ടൈം ടു ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ രാവിലെ ഒരു വിലയായിരിക്കും, അങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപകർ എന്ത് ചെയ്യും, അവരെ നിക്ഷേപമൊക്കെ തിരിച്ചു വലിക്കും. ആളുകൾ മറ്റേ കമ്പനികളിലൂടെയൊക്കെ ഇട്ടിരിക്കുന്ന നിക്ഷേപം തിരിച്ചു വലിക്കും, എടുക്കും അവർ, അല്ലെങ്കിൽ നിക്ഷേപിക്കില്ല. അതാണോ ഈ ട്രംപിന്റെ നീരാളിപ്പിടുത്തം? അതെ, ട്രംപിന്റെ നീരാളിപ്പിടുത്തത്തിൽ ഞാൻ വരാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ട്രംപിന്റെ നീരാളിപ്പിടുത്തത്തിലാണ് ഇത് വരുന്നത്. ഉദാഹരണം, ഇപ്പോൾ ഇന്ത്യക്ക് മേൽ തീരുവ ഏർപ്പെടുത്തി 25%, 50% അയാൾ തീരുവ ഏർപ്പെടുത്തിയല്ലോ. അതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെല്ലാം എന്ത് ഏർപ്പെടുത്തി? പിന്നെ നിരോധനവും തീരുവയും ഏർപ്പെടുത്തി, ഉപരോധവും തീരുവ ഏർപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ കമ്പനികൾ എന്ത് ചെയ്യും? എണ്ണ കമ്പനികൾ, സിമൻറ്റ് കമ്പനികളുണ്ടല്ലോ, ഈ കമ്പനികളുടെ ഷെയറിൽ എന്ത് കുറയും? ആളുകൾ എന്ത് ചെയ്യൂല? പൈസ ഇടത്തില്ല. കാരണം ഇല്ലല്ലോ, അതിനകത്ത് ബിസിനസ് ഇല്ലല്ലോ, അവർക്ക് ബിസിനസ് കുറയുമല്ലോ. ബിസിനസ് പറയുമ്പോൾ വിശ്വസിച്ച് ആർക്കും പൈസ ഇടത്തില്ല. അപ്പോൾ ഇപ്പോൾ ടാറ്റ, റിലയൻസ് എന്നൊക്കെ പലരും, ഇപ്പോൾ റിലയൻസിൻ്റെ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ കയറി പോകുമ്പോഴാണ് പെട്ടെന്ന് റിലയൻസിന് എന്ത് സംഭവിക്കുന്നു? എന്തെങ്കിലും ഒരു പ്രതിരോധം വരുന്നു, റിലയൻസിന് ഉൽപ്പന്നം വരുന്നു, ആളുകൾ ടാറ്റയെ കൊണ്ട് പൈസ ഇടും, അല്ലെ ബാങ്കെ കൊണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബിസിനസ്സാണല്ലോ, അവർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്, ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫോറിൻ ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന വിദേശ നിക്ഷേപത്തിലുണ്ടാകുന്ന വേരിയേഷൻ ആരെ പിടിക്കും? ഇതിനെ പിടിക്കും. അതുപോലെ തന്നെ പിന്നെ വ്യാപാര ആശങ്കകളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചാണ്, ഇന്ത്യയാണല്ലോ, ഇന്ത്യയിൽ അവരും തമ്മിലുള്ള വ്യാപാര കരാറുകളിലുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. ഞാൻ പറഞ്ഞു 25% തീരുവ ഏർപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നതാണ്, നമുക്ക് സ്വർണം, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം നമ്മളെന്ത് ചെയ്യും? നമ്മളത് അവിടെ വിറ്റ് പോവേണ്ടതാണ്. പക്ഷേ അതൊന്നും അവിടെ വിൽക്കാൻ പറ്റത്തില്ല, അവിടെ തീരുവ കൂടുതലാണ്. നമ്മളിവിടെ വരുന്ന സാധനത്തിനും അവരിങ്ങോട്ട് അയക്കുന്ന സാധനത്തിനും തീരുവ കൂടുതലാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബിസിനസ് ലോകം എന്ത് ചെയ്യും? കറക്റ്റായിട്ട് പോകത്തില്ല. ബിസിനസ് ലോകം പോകാതിരിക്കുമ്പോൾ നിക്ഷേപം കുറയും. ആളുകൾ നിക്ഷേപിക്കുന്ന ആളുകളായിരിക്കും. അമേരിക്കയാണോ ഇന്ത്യയാണോ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കും? ഇന്ത്യയെ ബാധിക്കും, പക്ഷേ പ്രവാസികൾക്ക് നല്ലതാണ്. കാരണം കുറച്ച് ഡോളർ അയച്ചാൽ മതി, കൂടുതൽ രൂപ ഇവിടെ കിട്ടുമല്ലോ. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നഷ്ടമാണ്. അതുപോലെ തന്നെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലോ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ. അവർ പിന്നെ ഡോളർ വിൽപ്പനയ്ക്ക് വന്ന ഇടപെടൽ കാര്യത്തിൽ കുറച്ചൊരു ഇടപാട് കുറച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു വലിയ പ്രശ്നമുണ്ട്. വേറെ ഗുണപരമായി നമ്മളൊരു കാര്യം ചിന്തിക്കുന്നത്, ബ്രിക്സ് രാജ്യങ്ങളുണ്ടല്ലോ, പിന്നെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, പിന്നെ എന്താ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ എന്ത് തീരുമാനിച്ചു? ചൈനയുണ്ട് അതിനകത്ത്. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു കറൻസി ഇറക്കാൻ തീരുമാനിച്ചു. നമ്മൾ പുതിയൊരു കറൻസിയിലേക്ക് പോവുകയാണ്. ഇതാരെ പിടിക്കാനാണ്? ഡോളറിനെ പിടിക്കാനാണ്. ഇതാര് മനസ്സിലാക്കി? അമേരിക്ക. ട്രംപ് മനസ്സിലാക്കി. ഇതിൻ്റെ കഥ പോകണം, നല്ല രസമാണ്. അപ്പോൾ ട്രംപ് മനസ്സിലാക്കിയപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? അങ്ങനെയാണ്, നിങ്ങൾ യൂണിറ്റ് എന്ന് പറയുന്ന പുതിയ സാധനം ഇറക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് തീരുവ ഉയർത്തും, അല്ലെങ്കിൽ പ്രതിരോധം വയ്ക്കും. ഇങ്ങനെ ഒരു ആഗോള വ്യാപാരം എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് ആണ്, നമ്മൾ മനസ്സിലാക്കുക. അതൊരു ചൂതാട്ടമാണ്. അതായത് പണം ഇരിക്കുന്ന ജനങ്ങളുടെ പൈസ എടുത്തിട്ടാണ് പലപ്പോഴും എന്ത് നടക്കുന്നത്? പണമുള്ള മോലാളിമാരെ പൈസ കൊണ്ടാണ് ഈ കമ്പനികളെല്ലാം റൺ ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അന്യൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് വട്ടിപ്പലിശയുടെ വേറെ രൂപം തന്നെയാണ് ഈ നടക്കുന്നത്. വട്ടിപ്പലിശ കേട്ടിട്ടില്ലേ? രാവിലെ വരുമ്പോൾ 10,000 രൂപ തരും, അല്ലെ 1000 രൂപ മുതൽ 10,000 രൂപ വരെ രാവിലെ തരും, അല്ല 9,000 രൂപ, 900 രൂപ മുതൽ 9,000 രൂപ വരെ തരും രാവിലെ. വൈകുന്നേരം ആകുമ്പോൾ എത്ര കൊടുക്കണം? 900-ന് 1000 രൂപ കൊടുക്കണം, 9,000-ന് 10,000 കൊടുക്കണം. 10% കൂടെ കൊടുത്ത് അങ്ങ് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ രൂപം തന്നെയാണ് അവിടെ നടക്കുന്നത് ബിസിനസ്സിൻ്റെ. കാരണം എന്താണ്? ആളുകൾക്ക് ജനലക്ഷങ്ങൾ, അത് ചെറിയ ഷെയർ ഇടുന്നവരുണ്ട്, വലിയ ഷെയറൊക്കെ ഇടുന്നവരുണ്ട്. ഇതിലേക്ക് വരുന്ന പണം വച്ചിട്ടാണ് ഈ സംഭവം ഈ ലോകം മുഴുവൻ കറങ്ങുന്നത്. ഈ പണവ്യാപാരം കറങ്ങുന്ന കംപ്ലീറ്റാണ്. അപ്പോൾ അതിലൊക്കെ വലിയ പിടുത്തം ആരാണ് കയറി പിടിക്കുന്നത്? അമേരിക്ക പിടിക്കുകയാണ്. അമേരിക്ക പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അമേരിക്ക രാവിലെ കഴിച്ച് ഡോളറിൻ്റെ മൂല്യം കുറച്ചു എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ചെയ്യുന്നത്. പക്ഷേ ഈ വ്യാപാര സ്ഥലത്ത് എന്ത് സംഭവിക്കും? അതിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇപ്പം തന്നെ ഇന്ത്യയിലാണെങ്കിൽ രാവിലെ ഡോളർ ഒന്നിന് 88.67 രൂപ കിട്ടിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 89 അപ്പോൾ ഈ നമ്മൾ പൈസ കൂടുതൽ കൊടുത്താലേ എന്ത് കിട്ടുള്ളൂ?
ഡോളർ കിട്ടുള്ളൂ എന്നുള്ള ഒരു നിലയിലേക്ക് മാറും എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ കൂടുതൽ ഇനി അത് 90-ലേക്ക് 100-ലേക്ക് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ അത് ബാധിക്കും? വല്ലാതെ ബാധിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ പുതിയതിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. 6 രാജ്യങ്ങൾ 6-7 രാജ്യങ്ങൾ ഇന്ത്യ മാത്രമല്ല ബുദ്ധിമുട്ടില്ല. ഇന്ത്യ മാത്രമല്ല, റൂബിളിനെ ബാധിക്കും, റഷ്യയെ ബാധിക്കും, യെന്നിനെ ബാധിക്കും, പിന്നെ സൗദി അറേബ്യ ബാധിക്കും, പല രാജ്യങ്ങളെ ബാധിക്കും. ഇത് ഒരു രാജ്യത്തല്ല. അപ്പം കാരണം ഡോളറിനെ ബേസ് തമ്പറുള്ള ഡോളറാണല്ലോ, അതാണ് പ്രശ്നം. വലിയേട്ടൻ ഡോളറാണല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം കറങ്ങുന്നത്. അപ്പം ഇപ്പോൾ പല രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാം, പിന്നെ പണത്തിൻ്റെ വിനിമയത്തെ ബാധിക്കാം, മൂല്യത്തെ ബാധിക്കാം, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക എന്ന് പറയുന്നത് ഒരു ലോക പോലീസാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്തെല്ലാം കുഴപ്പങ്ങൾ പറഞ്ഞാലും അവർ സകല മേഖലകളിലും അപ്രമാദിത്വം പിടിച്ചു വച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്രമാദിത്വത്തിൻ്റെ മേഖലയാണ് ഈ ഡോളർ പോലുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ലോകത്ത് തുല്യമാണെന്ന് പറഞ്ഞാൽ പോരെ. $1 തുല്യമാണ് ഒരു ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ തീർന്നു. ഇത് $89 തുല്യമാണ് ഒരു പറയുന്നത്. മനസ്സിലായില്ല? അപ്പം വല്ലാത്തൊരു തിരിച്ചാണ്. 89 രൂപ കൊടുത്താലേ എന്ത് കിട്ടുള്ളൂ? $1 കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളപ്പോൾ ഒന്നും ഒരു വിലയില്ലാത്ത രീതിയിലല്ലേ പോകുന്നത്. അപ്പം ഇന്ന് 90 കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ ലോക സമ്പദ്ഘടനയും മാറുന്നു, ഈ പണത്തിൻ്റെ മൂല്യവും മാറുന്നു. അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി വിപണിയിൽ നടത്തുന്ന വിൽപ്പന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ അമേരിക്കൻ വ്യാപാരക്കാരിലെ അനിശ്ചിതത്വം, അത് നമ്മൾ പറഞ്ഞ വിഷയങ്ങളാണ്. ഇവയൊക്കെ കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നുണ്ട്. അല്ല, ഈ തീരുവയിലും കരാറുമായി ബന്ധപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ പറയുന്നു ഒരു തിരിച്ചടിയുമില്ല, വലിയ രീതിയിൽ പ്രതിസന്ധികൾ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇപ്പോൾ തെറ്റായ ഒരു അങ്ങനെ പരിഹരിക്കാൻ കുറേ പറ്റത്തില്ല. ഈ കാര്യങ്ങളിൽ പറ്റത്തില്ല. കുറേ പറ്റുന്ന എന്താണ്, നമ്മൾ നമ്മൾ പറ്റും എന്ന് പറഞ്ഞാൽ എവിടെ നിന്നറിയാവും? ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിനിമയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതാണ് നരേന്ദ്രമോദി പറയണത്. അപ്പൊ സ്വദേശി, വോക്കൽ ഫോർ ലോക്കൽ. ഇവിടെ തന്നെ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ഇവിടുത്തെ പൈസ കൊടുത്ത് വാങ്ങുന്നു. നിങ്ങൾ ഡോളറിലേക്ക് പോകണ്ട, ഡോളർ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങണ്ട. ഇപ്പം ലുലു മാളിൽ പോയാൽ അമേരിക്കയുടെ പൗഡർ വാങ്ങിക്കണ്ട. നിങ്ങൾക്ക് 90 രൂപ കൊടുത്താലേ $1 പൗഡർ കിട്ടുള്ളെങ്കിൽ നിങ്ങൾ 90 രൂപ കൊടുത്ത് 90 രൂപയ്ക്ക് തുല്യമായ പൈസ എവിടെ നിന്ന് വാങ്ങിച്ചോളൂ? ഇന്ത്യൻ സാധനം മേടിക്കൂ, അല്ലെങ്കിൽ ചൈനീസ് സാധനം മേടിക്കൂ. ഞാൻ പറഞ്ഞ ആൾട്ടർനേറ്റീവ് തിയറിയാണ് പറയുന്നത്. വോക്കൽ ഫോർ ലോക്കൽ, പ്രാദേശികത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം, സ്വദേശിക്ക് വേണ്ടിയുള്ള ശബ്ദം. അപ്പം നിങ്ങൾ 90 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് $1 പൂർണ്ണമായി തന്നെ ഈ മോദി പറഞ്ഞൊരു നയത്തിലേക്ക് നമുക്ക് എത്താൻ ഒക്കില്ല. പെട്രോള് മോദി പറയുന്ന നയത്തിൽ കിട്ടും. സ്വർണം, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഇതിലെല്ലാം കൂടി സ്വയം പര്യാപ്തി എത്തിയില്ലല്ലോ. പെട്രോളിൽ നമുക്ക് സ്വയം പര്യാപ്തിയിൽ എത്താൻ പറ്റും, എപ്പോഴെങ്കിലും പറ്റൂ. എണ്ണയിൽ ഒരിക്കലും പറ്റൂല, സ്വർണ്ണത്തിൽ പറ്റൂ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വർണ്ണം വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറ്റത്തില്ല. വല്ല ഫാർമസ്യൂട്ടിക്കൽസ്, അമേരിക്കയിലെ ലോകത്തിലെ മുഴുവൻ ഫാർമസ്യൂട്ടിക്കൽ നിയന്ത്രിക്കുന്നവർ, അവർ മെഡിസിൻ വേണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക്? നമ്മൾ ഡോളറിൽ മെഡിസിൻ വാങ്ങിച്ചിട്ടാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇവിടെയൊക്കെ പല മെഡിസിനും കൊടുക്കുന്നത്. മെഷീൻസ്, ഈ എക്സ്റേ ഒന്നും അല്ലല്ലോ ഇപ്പോൾ അൾട്രാ മോഡേൺ മെഷീൻസ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്ന അമേരിക്കക്കാരല്ലേ. അതൊക്കെ വരണമെങ്കിൽ ഡോളറിൽ തന്നെ പൈസ കൊടുക്കണം, അല്ലാതെ വരത്തില്ലല്ലോ. അപ്പോൾ അത് വരുമ്പം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല, ഒരു രാജ്യത്തിനും പറ്റത്തില്ല. കാരണം എല്ലാ രാജ്യത്തിനും എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലായിടത്തും ഉണ്ടാക്കി പോകാൻ പറ്റില്ലല്ലോ, ഒരു രാജ്യത്തിനും പറ്റില്ല. ഇറക്കുമതി ചെയ്തേ പറ്റൂ. അതുപോലെ വേറെ എന്താ തമാശയുണ്ട്, കയറ്റുമതി. ഇറക്കുമതി അവിടെ നിൽക്കട്ടെ, നമ്മൾ കയറ്റുമതി ചെയ്താലും നമുക്ക് എന്ത് കിട്ടൂല? 90 രൂപയുടെ സാധനം കയറ്റുമതി, അല്ലെങ്കിൽ 89 രൂപയുടെ സാധനം കയറ്റുമതി ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? $1 കിട്ടുള്ളൂ. മറ്റത് കുറച്ച് രൂപയ്ക്കുള്ളത് കയറ്റി അയച്ചാൽ 75 രൂപയ്ക്കുള്ളതാണ് തിരിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡോളറിൻ്റെ മൂല്യം ഇടിയുന്നതനുസരിച്ച് ഇറക്കുമതിക്കും പ്രശ്നം വരും, കയറ്റുമതിക്ക് പ്രശ്നം വരും, വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വരവിൽ പ്രശ്നം വരും, അതിൻ്റെ വിലയിൽ പ്രശ്നം വരും. ഇപ്പം നമ്മൾ ഒരു 90 രൂപ കൊടുത്ത് $1 സാധനം വാങ്ങിച്ചിട്ട് ഇവിടെ ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ആളുകളുടെ ആഭ്യന്തരമായിട്ടുള്ള വിലക്കയറ്റം വരും. ഇതൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു വിഷ്വൽ സർക്കിളാണ്, ഇതൊരു ചതുരംഗ കളിയാണ്. അല്ലാതെ ചുമ്മാ ഒന്നിൽ തൊട്ട് അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നു, അവിടെ ഒരു തീരുവ പറയുന്നു, തീരുവ പറയുമ്പോൾ അവിടെ ഉൽപ്പാദനം കുറയുന്നു, പ്രൊഡക്ഷൻ കയറ്റുമതി കുറയുന്നു, ഇറക്കുമതി കുറയുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കും കമ്പനി നോക്കിക്കൊണ്ടിരുന്നിട്ട് സ്റ്റോക്കിൽ പൈസ വരുന്നില്ല, ഷെയറിൽ പൈസ വരുന്നില്ല, ഇതിങ്ങനെ കറങ്ങും. ഒരു ഗാംബ്ലിംഗ് സാധനമാണിത്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതിനെ പിടിക്കാനാണ് നമ്മളിപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്ന സാധനമായിട്ട് ഇറങ്ങിയത്. പക്ഷേ അതെന്ത് ചെയ്തില്ല, റിയലൈസ് ചെയ്തിട്ടില്ല. വരുമായിരിക്കാം, വരികയാണെങ്കിൽ അമേരിക്ക അടുത്ത തന്ത്രമായിട്ട് ഇറങ്ങും. മനസ്സിലായില്ല? എന്തായാലും പിന്നെ ഇപ്പോൾ ഒരു ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത്, അമേരിക്കയുടെ കൂടെ ഇപ്പോൾ ആളില്ല. മറ്റത് എന്ത് ഉണ്ടായിരുന്നു, കുറേ രാജ്യങ്ങൾ അമേരിക്ക പിടിച്ച് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ കൂടെ അങ്ങനെ രാജ്യങ്ങളുടെ എണ്ണം കുറവാണ്. ഈ കാര്യങ്ങളിലൊക്കെ വിരുദ്ധ ചേരിയിലാണ് കൂടുതൽ ആളുകൾ. അതൊരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ലോകത്തിന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.